അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചിക്കനാണ്. ചിക്കൻ പുരട്ടി വയ്ക്കും ആവശ്യമായിട്ടുള്ള മസാലകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു വേണ്ടി ആവശ്യത്തിനായ മുളക് പൊടി, പിന്നെ മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, കോൺഫ്ലോർ പൊടി, പിന്നെ റെഡ് ചില്ലി സോസ്, സോയാ സോസ്, ഉപ്പ് ഇത് ആവശ്യമായിട്ടുള്ളതാണ് നമുക്ക് ചിക്കൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. മസാലകളൊക്കെ പുരട്ടി വെച്ച് 2 മണിക്കൂർ വെച്ച ചിക്കനാണ് കേട്ടത്. ഇനി ഇത് വറുത്തെടുക്കണം. നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ബാക്കി ഏത് ഓയിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഒരു ഷേപ്പിൽ അരിഞ്ഞു വെച്ച സബോള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ തന്നെ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗായ്സ്. പല കളറിലുള്ള ക്യാപ്സിക്കം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്കം എടുക്കാം കേട്ടോ. നമുക്ക് 3 കളറ് ഒരു ഭംഗിക്ക് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ റെഡ് എടുക്കാം, യെല്ലോ വേണമെങ്കിൽ യെല്ലോ എടുക്കാം, വേണമെങ്കിൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ എടുക്കാം കേട്ടോ. പുറത്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ നമുക്ക് ചിക്കൻ സ്റ്റോക്കിലോട്ട് ഇട്ടിട്ട് കലക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും കൂടി അമർത്തി കൊടുത്തേക്കണേ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.